നമസ്തേ. ഈ വീഡിയോയുടെ ടൈറ്റിലിൽ നിങ്ങളൊരു ശ്ലോകം കണ്ടത് ഓർക്കുന്നല്ലോ. സത്യം ബ്രൂയാത് പ്രിയം ബ്രൂയാത് ന ബ്രൂയാത് സത്യം അപ്രിയം പ്രിയം ച ന അനൃതം ബ്രൂയാത് ഏഷ ധർമ്മ സനാതന. ഇതാണ് ആ ശ്ലോകം. ഈ ശ്ലോകത്തിൻ്റെ ആദ്യ വരികളൊക്കെ പലരും കേട്ടിട്ടുണ്ടാവും. സത്യം ബ്രൂയാത് പ്രിയം ബ്രൂയാത് എന്നൊക്കെ. ഈ ശ്ലോകം മനുസ്മൃതിയിലെയാണ്. മനുസ്മൃതിയെക്കുറിച്ച് കേൾക്കാത്തവർ മലയാളികളായിട്ട് ആരും ഉണ്ടാവുകയില്ല. കാരണം പറഞ്ഞാൽ അവർക്ക് ഒരു കാര്യങ്ങൾ ഗ്രഹിക്കാൻ പ്രായമാകുന്നത് മുതൽ അവർ കേൾക്കുന്ന ഒരു പല്ലവിയാണ് മനുസ്മൃതി കത്തിക്കണം. മനുസ്മൃതി അത്രയ്ക്ക് വെറുക്കപ്പെടുന്ന ഒരു ഗ്രന്ഥമായി, ഒരു കൃതിയായി മലയാളത്തിൽ മാറിയിട്ടുണ്ട്. മലയാളത്തിലെന്നുള്ളതല്ല, പുരോഗമന പ്രസ്ഥാനക്കാരും നവോത്ഥാന പ്രസ്ഥാനക്കാരും മതേതരവാദികളും ഒക്കെ ആയിട്ടുള്ള ആളുകൾ ഇതിനെ നഖശിഖാന്തം എതിർക്കുന്നു. അവരാണ് പറയുന്നത് ഇത് കത്തിക്കണം. സ്ത്രീകളോട് വളരെയധികം വിവേചനം കാണിക്കുന്നു. അതുപോലെ തന്നെ ദളിതരായിട്ടുള്ള ശൂദ്രരായിട്ടുള്ള ആൾക്കാരോടും വളരെ വിവേചനം കാണിക്കുന്നു. ഈ ആരോപണങ്ങളൊക്കെ ഒരു നല്ല പരിധി വരെ സത്യമാണ്. മനുസ്മൃതി വായിച്ചാൽ നമുക്ക് ഇത്തരത്തിലുള്ള ധാരാളം വിവേചന നിയമങ്ങൾ കാണാം. മനുസ്മൃതി എന്ന് പറയുന്നത് മനു എഴുതിയുണ്ട്. സ്വയംഭുവ മനു എഴുതിയതാണ് ഈ മനുസ്മൃതി. അതാണ് ഇന്ത്യയിലെ, അതായത് ഭാരതത്തിലെ ജനങ്ങൾക്ക് ലഭിച്ച ആദ്യത്തെ ധർമ്മസംഹിത. ധർമ്മസംഹിത എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഒരു സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം, അവൻ്റെ ആചാരങ്ങൾ എന്തായിരിക്കണം, പരസ്പര സഹകരണം എങ്ങനെയൊക്കെ ഉള്ളതായിരിക്കണം, അങ്ങനെ ഒരു സാമൂഹ്യ ജീവിത നിഷ്ഠയെക്കുറിച്ച് പറയുന്ന നിയമപുസ്തകമാണ് ധർമ്മസംഹിത എന്ന് പറയുന്നത്. ഭാരതീയർക്ക് കിട്ടിയ ആദ്യത്തെ നിയമസംഹിതയാണ് ഈ മനുസ്മൃതി എന്ന് അറിയപ്പെടുന്നത്. മനുസ്മൃതിയുടെ കാലഘട്ടം, ഈ മനുസ്മൃതി എഴുതപ്പെട്ടിട്ടുള്ള കാലഘട്ടം എന്ന് പറയുന്നത് BC 1500-നും 1000-നും ഇടയ്ക്കുള്ളതാണെന്നാണ് കരുതപ്പെടുന്നത്. അങ്ങനെയാണ് ഗവേഷകർ പറഞ്ഞിട്ടുള്ളത്. BC 1500-നും 1000-നും ഇടയ്ക്കെന്ന് പറഞ്ഞാൽ ഇന്നൊക്കെ 3500-നും 3000-നും വർഷങ്ങൾക്ക് മുമ്പുണ്ടായിട്ടുള്ള ഒരു കൃതിയാണ്. ഓർക്കണം, അന്ന് വേറെ ഇതുപോലുള്ള നിയമസംഹിതകളൊന്നും വേറെ എങ്ങും ഉണ്ടായിട്ടില്ല. സ്മൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു വേദങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. വേദങ്ങളാണ് ഹിന്ദുക്കളുടെ അടിസ്ഥാന ആത്മീയ കൃതികൾ എന്ന് പറയുന്നത്. വേദങ്ങൾക്കനുസൃതമായി, വേദങ്ങളെ ശ്രുതി എന്നാണ് വിളിക്കുന്നത്. പ്രത്യേകിച്ചും അതിൻ്റെ തത്വഭാഗമായ ഉപനിഷത്തുകളെ ശ്രുതികൾ എന്നാണ് വിളിക്കുന്നത്. ശ്രുതികൾക്ക് പുറമെ ആ ശ്രുതികളിലെ തത്വങ്ങൾക്കനുസരിച്ച് നാം എങ്ങനെ ജീവിക്കണമെന്ന് പറയുന്ന കൃതികളാണ് സ്മൃതികൾ. അത് ഓരോരോ മുനിമാർ, ആചാര്യന്മാർ ഒക്കെ പിന്നീട് എഴുതിയിട്ടുള്ളതാണ്. ശ്രുതികൾ വളരെ പുരാതനമായിട്ടുള്ള പണ്ട് പല ഋഷിമാർ എഴുതിയിട്ടുള്ള കൃതികളാണ് ശ്രുതികൾ എന്ന് പറയുന്നത്. ആ ശ്രുതികൾക്കനുസരിച്ച് ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന കൃതികളാണ് സ്മൃതികൾ. അതുകൊണ്ട് തന്നെ അതിന് ചില പരിമിതികളുണ്ട്. സ്മൃതികൾക്ക് ഒരു പരിമിതി കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്താണെന്ന് നമ്മുടെ ഭരണഘടന ഉണ്ടെന്ന്. അപ്പോൾ ഭരണഘടനയ്ക്ക് അനുസരിച്ച് അല്ലാത്ത നിയമങ്ങൾ അസാധുവാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. നമ്മുടെ നിയമവ്യവസ്ഥ അതാണ് നിഷ്കർഷിക്കുന്നത്. അപ്പം എല്ലാ നിയമങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമായിരിക്കണം, അല്ലെങ്കിൽ അവ അസാധുവാണ്. അതുപോലെ ഈ ധർമ്മസംഹിതയിൽ ഏറ്റവും ആധികാരികതയുള്ളത് ശ്രുതികൾക്കാണ്, അതായത് ഉപനിഷത്തുകൾക്കാണ്. ഉപനിഷത്ത് വിരുദ്ധമായ ഏതെങ്കിലും സ്മൃതിയുണ്ടെങ്കിൽ അതിനൊന്നും യാതൊരു സാധുതയുമില്ല. ആ കാര്യം നാം മനസ്സിലാക്കണം. ആ രീതിയിൽ നോക്കിയാൽ മനുവിൻ്റെ മനുസ്മൃതിയിൽ ഇന്ന് കാണുന്ന ഒരുപാട് കാര്യങ്ങൾ ശ്രുതി വിരുദ്ധമാണ്. ആ ശ്രുതി വിരുദ്ധമായതുകൊണ്ട് അതിനൊന്നും സാധുതയില്ല. ശ്രുതി വിരുദ്ധമാണെന്ന് പറയാൻ അത് ശ്രുതിയുടെ ആധികാരികതയെക്കുറിച്ച് മനു തന്നെ പറഞ്ഞിട്ടുണ്ട്. മനു തന്നെ സമ്മതിച്ചിട്ടുണ്ട്, ശ്രുതിയാണ് പരമമായ ധർമ്മം. ആ ശ്രുതിക്ക് വിരുദ്ധമായിട്ടുള്ളതൊന്നും
വിരുദ്ധമായിട്ടുള്ളത് സ്മൃതി അല്ല. സ്മൃതിയിലെ കാര്യങ്ങളൊന്നും അംഗീകരിക്കപ്പെടുന്നതല്ല. അത് അത് മനുസ്മൃതി തന്നെ സംബന്ധിച്ചിട്ടുള്ളതാണ്. ഇനി അങ്ങനെ ശ്രുതിവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ തള്ളിക്കളഞ്ഞാൽ സംസിദ്ധമായിട്ടുള്ളൊരു മനുസ്മൃതി നമുക്ക് കിട്ടും. പക്ഷേ ഇന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഒരുപാട് കൂട്ടിക്കലർപ്പുകൾ അതിനുശേഷം നടത്തിയിട്ടുള്ള ഒരു മനുസ്മൃതിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ പരസ്പര വിരുദ്ധമായ പല നിയമനിർദ്ദേശങ്ങളും ഈ മനുസ്മൃതിയിൽ നമുക്ക് കാണാം. അതിൽ നിന്ന് തന്നെ അത് കൂട്ടിച്ചേർപ്പാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഇത്രയൊക്കെ മാലിന്യങ്ങൾ അതിലുണ്ടെങ്കിൽ പോലും അതിൽ ധാരാളം കാര്യങ്ങൾ മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി ഇന്നും പൊതുജീവിതത്തിൽ ആചരിക്കേണ്ടതായിട്ട് ഉള്ള ധാരാളം കാര്യങ്ങൾ മനുസ്മൃതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പരിഗണിക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും ചില ദോഷങ്ങളുണ്ട്, കുറേ ദോഷങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരു ഭാഗം ദോഷമാണ് എന്ന ഒരു ന്യായത്തിന്മേൽ അതിനെ തള്ളിക്കളയുന്നത് ശരിയല്ല, അതിനെ കത്തിക്കുന്നതും ശരിയല്ല. മനു തന്നെ അത് പറയുന്നുണ്ട്. എവിടുന്ന് മാലിന്യത്തിൽ നിന്നാണെങ്കിലും നമ്മൾ സ്വർണം കിട്ടുമെങ്കിൽ അത് എടുക്കണം. അതാണ് മനുവിൻ്റെ ഒരു ശ്ലോകത്തിൽ അങ്ങനെ പറയുന്നുണ്ട് മനു. അപ്പോൾ എവിടെ നിന്നാലും നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ നാം സ്വീകരിക്കണം, ഇല്ലെങ്കിൽ നാം അവ തള്ളിക്കളയണം. ഇതാണ് മനു പറയുന്ന സിദ്ധാന്തം തന്നെ. ആ സിദ്ധാന്തം അനുസരിച്ചാണ് നമ്മൾ മനുസ്മൃതി പഠിക്കേണ്ടത് തന്നെ. അപ്പം മനുസ്മൃതിയിൽ പല ഇതുപോലുള്ള വളരെ നല്ല സാമൂഹ്യ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട ഇന്നും നമ്മൾ പരിസ്ഥിതി സംരക്ഷണത്തിനൊക്കെ നിഷ്കർഷിക്കുന്ന കാര്യങ്ങൾ അന്നേ മനു പറഞ്ഞു വച്ചിട്ടുണ്ടായിരുന്നു. ഇന്നും നമ്മുടെ ശിക്ഷാ സംഹിതയിൽ ഉപയോഗപ്പെടുത്തുന്ന പല കാര്യങ്ങളും അന്നേ ഉണ്ടായിരുന്നു, അന്ന് മനു പറഞ്ഞിട്ടുള്ളതാണ്. അതാണ് ഇപ്പോഴും നമ്മൾ പിന്തുടർന്നു പോരുന്നത്. ഈ നമ്മൾ മാത്രമല്ല, പല രാജ്യങ്ങൾ, ലോകം മുഴുവൻ പിന്തുടർന്നു പോരുന്നു അതേ നിയമ സംഹിതകൾ തന്നെയാണ്. അവർക്ക് അറിഞ്ഞുകൊണ്ട് അത് മനസ്സ് ആണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. ഇനി അതുപോലെ ആ ഗ്രേഡിൽപ്പെടുന്ന ആ രീതിയിലുള്ള ഒരു ശ്ലോകമാണ് ഞാനിപ്പോൾ ചൊല്ലിയത്. സത്യം ബ്രൂയാത് പ്രിയം ബ്രൂയാത് ന ബ്രൂയാത് സത്യം അപ്രിയം പ്രിയം ച ന അനൃതം ബ്രൂയാത് ഏഷ ധർമ്മ സനാതന. സത്യം ബ്രൂയാത്, സത്യം പറയണം, പ്രിയമായ സത്യം പറയണം, പ്രിയം ബ്രൂയാത്. അപ്പോൾ അതായത് നമ്മളിപ്പോൾ ഒരാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിയമല്ലാത്ത സത്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട ഒരു സത്യങ്ങളൊന്നും നമ്മൾ പറയാതിരിക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം. പ്രധാനപ്പെട്ടതും മനുഷ്യനെയോ അല്ലെങ്കിൽ രാജ്യത്തെ അപകടപ്പെടുത്തുന്ന വളരെ ഗൗരവമുള്ള സത്യങ്ങൾ കേൾക്കുന്ന ആളിന് പ്രിയമായിരിക്കില്ല എന്ന് കരുതി നമ്മൾ പറയാതിരിക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം. അത് എവിടെയാണ് നമ്മൾ പ്രയോഗിക്കേണ്ടത്? കാരണം എന്ന് പറഞ്ഞപ്പോൾ ഒരാളെ കാണുന്നു, അയാൾ കറുത്തിട്ടുള്ള ആളാണ്. പൊതുവേ നമ്മുടെ സൗന്ദര്യ സങ്കല്പം എന്നാണ് കറുപ്പ് മോശമാണ്. നീ എന്തൊരു കറമ്പനാടാ, അല്ലെങ്കിൽ അയാൾ ഇച്ചിരി ഞൊണ്ടുള്ള ആളാണെന്ന് ഇരുന്നിട്ട്, എടാ ഞൊണ്ടാന്നല്ലല്ലോ വിളിക്കുന്നത്, ഞൊണ്ടി എന്നൊക്കെ നമ്മൾ, നിനക്ക് നല്ല ഞൊണ്ടുണ്ടല്ലോ എന്ന് അങ്ങനെ പറയരുത്. അത് സത്യമാണ്, അയാൾക്ക് ഞൊണ്ടുണ്ട്, അല്ലെങ്കിൽ അയാൾ കറുത്തതാണ്, അയാൾ അത്ര ഭംഗിയുള്ള ആളൊന്നുമല്ല, സൗന്ദര്യമുള്ള ആളല്ല, അയാൾക്കൊരു കോങ്കണ്ണുണ്ടാവും. ഇതൊന്നും ഈ തരത്തിലുള്ള ശാരീരികമായ ന്യൂനതകൾ നമ്മൾ പറയാൻ പാടില്ല. അങ്ങനെ ചൂണ്ടിക്കാണിച്ച് ആരെയും അധിക്ഷേപിക്കാൻ പാടില്ലെന്നും മറ്റൊരു ശ്ലോകത്തിൽ മനു പറയുന്നുണ്ട്. ഇവിടെ പറയുന്ന സത്യം എന്ന് പറഞ്ഞാൽ, സത്യമാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ആരോടെങ്കിലും പറയാറുണ്ടോ? നീ ഒരു കാണാൻ കൊള്ളാത്ത ഒരുത്തനാണെന്ന് നമ്മൾ പറയാറുണ്ടോ? ഇല്ല, നമുക്കറിയാം അത് അയാളെ വേദനിപ്പിക്കും. അപ്പം അപ്രിയമായ സത്യമാണിത്, പ്രിയമായിട്ടുള്ളതേ പറയുള്ളൂ. നീ അന്ന് ചെയ്ത കാര്യം നല്ല കാര്യമാണ്, അതുകൊണ്ട് പല ആളുകൾക്ക് നന്മയുണ്ടായിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള അത് സത്യമായിട്ടുള്ള കാര്യമേ പറയാവൂ. പ്രിയമായിട്ടുള്ളത് അതിൽ തന്നെ സത്യം എല്ലാം പറയണമെന്നുള്ളതല്ല, പ്രിയമായിട്ടുള്ളത് പറയണം. ഞാൻ ഈ പറഞ്ഞ സാഹചര്യത്തിലാണ് അത് പ്രയോഗിക്കപ്പെടേണ്ടത്. ന ബ്രൂയാത് സത്യം അപ്രിയം. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അപ്രിയമായ സത്യങ്ങൾ, ഒരാൾക്ക് കോങ്കണ്ണുണ്ടെന്ന് നമ്മൾ അയാളോട് പറയേണ്ട കാര്യമില്ല. അയാൾക്ക് അപ്രിയമായിട്ടുള്ള ഒരു സത്യമായിരിക്കും. അയാൾക്കറിയാം അയാൾക്ക് കോങ്കണ്ണുണ്ടെന്ന്. അപ്പോൾ അയാളിന് കോങ്കണ്ണുള്ളത് നമ്മൾ അയാൾക്ക് പറയേണ്ട കാര്യം എന്താണ്? സത്യമായിട്ടുള്ള കാര്യമാണ്, ഞാൻ സത്യമല്ലേ പറഞ്ഞത് എന്നൊന്നും ചോദിക്കരുത്. സത്യമാണെങ്കിലും അത് പറയാൻ പാടില്ല എന്നാണ് മനു പറയുന്നത്. പിന്നെ അടുത്ത ഒരു വലിയ നിയന്ത്രണം വരുന്നുണ്ട്. പ്രിയം ച ന അനൃതം ബ്രൂയാത്. അവന് സുഖിക്കുമെന്ന് കരുതി നമ്മൾ കള്ളം പറയരുത്.
ഒരാൾ വളരെ ഭീരുവായിട്ടുള്ള ഒരാളുടെ മുഖത്ത് നോക്കി നീ നല്ല ധൈര്യശാലിയാണല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മോശം. നിൻ്റെ മുഖം സൂര്യനെ പോലെ ജ്വലിക്കുന്നുണ്ടല്ലോ. അവൻ്റെ ഒരു ഇരുണ്ട് കോപിഷ്ഠനായിട്ടുള്ള ഒരു മുഖമായിരിക്കും അവനുണ്ടാവുക. പക്ഷെ എന്നാലും നമ്മൾ പറയുന്നത് അവൻ വളരെ സൂര്യനെ പോലെ ജ്വലിക്കുന്നുണ്ടല്ലോ എന്ന് പറയണം. ഇതൊക്കെ സുഖിപ്പിക്കാൻ വേണ്ടി പറയുന്നത് കള്ളമാണ്. അങ്ങനെ പറയരുത്. അതാണ് മനു പറയുന്നത്. അനർത്ഥം പറയരുത്, കള്ളം പറയരുത്, പ്രിയമാകുമെന്ന് കരുതി കള്ളം പറയരുത്. ഇതാണ് നമ്മൾ പാലിക്കേണ്ട സനാതനമായിട്ടുള്ള ഒരു ഒരു ചിട്ട, നിഷ്ഠ. അതാണ് യേശ ധർമ്മ സനാതന എന്ന് മനു പഠിപ്പിക്കുന്നു. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ശ്ലോകമാണ്. ആ ശ്ലോകം ഞാൻ കമൻറ്റിൽ പിൻ ചെയ്യാം. നിങ്ങളത് ഒരിക്കൽ കൂടി വായിച്ച് മനസ്സിലാക്കുക. അടുത്ത ചില മനുസ്മൃതിയിൽ നിന്നുള്ള നല്ല ശ്ലോകങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരാം. എൻ്റെ പേര് കാർത്തികേയൻ ശ്രീധരൻ. നന്ദി, നമസ്കാരം.